സുഹൃത്തുക്കളെ, ഇന്ന് വേൾഡ് കിഡ്നി ഡേ ആണ്. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടുത്താൻ വേണ്ടിയിട്ടുള്ളൊരു പോസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട്, ഞങ്ങളൊന്നിച്ച് ഒരു ബെഞ്ചിലിരുന്ന് പഠിച്ച സുഹൃത്താണ്. പേര് അനിൽ നെടുങ്ങാടി എന്നാണ്. ഈ കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിപ്പോൾ ഞാൻ പറയണേക്കാട്ടിലും കൂടുതൽ അവൻ്റെ ഭാഗത്തു നിന്ന് പറയണതാവും ശരി. അതായത് ഒരു കാലത്ത് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നാടകം, കവിത, അങ്ങനെ ഏത് കാര്യത്തിനും രംഗത്തിറങ്ങിയെന്ന അനിലാണ്. എല്ലാവരോടും നല്ല ഒരു പെരുമാറ്റത്തിലൂടെ മുന്നോട്ട് പോയിരുന്ന അവൻ്റെ സ്ഥിതി അവൻ്റെ മനോധൈര്യം കൊണ്ട് പിടിച്ചു നിൽക്കുകയാണ്. ഒരുപാട് വിഷയങ്ങളുണ്ട്. കിഡ്നി പേഷ്യൻ്റ് ഞാൻ ഇപ്പോൾ അറിഞ്ഞോടത്തോളം പെരിന്തൽമണ്ണയിൽ 5ഓളം ഹോസ്പിറ്റലുകളിൽ കിഡ്നി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏകദേശം 290ഓളം പേഷ്യൻറ്റുകൾ പെരിന്തൽമണ്ണയിൽ മാത്രം ഉണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. അത് ചില ആളുകൾ ആഴ്ചയിൽ 1 ടൈം ചെയ്യണവരുണ്ട്. ചില ആളുകൾക്ക് ആഴ്ചയിൽ 2 വട്ടം ചെയ്യണതുണ്ട്. ചില ആളുകൾക്ക് 3 വട്ടം ചെയ്യണ ആളുകൾ. അപ്പോൾ ഇതിന് ഗവൺമെൻറ്റിൻ്റെ കാരുണ്യ പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് 3 ലക്ഷം വരെ ചുരുക്കി. ആ 3 ലക്ഷം വരെയാണ് ഇപ്പോൾ അവർക്ക് കൊടുക്കണത്. അതിൻ്റെ കാലാവധി കഴിഞ്ഞ ആളുകൾ സ്വന്തം കയ്യിൽ നിന്ന് എടുത്തിട്ടാണ് കൊടുക്കണത്. അത് ഈ ഡയാലിസിസ് മാത്രം പോരാ, ഒപ്പം വരുന്ന ഒരു ബൈസ്റ്റാൻഡർ വേണം. അവർക്കില്ല ഓട്ടോറിക്ഷ അല്ലെങ്കിൽ കാറോ എന്തോ അതിൻ്റെ വാടക കാര്യങ്ങൾ കൊടുക്കണം. ഇത് തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ അതിനുള്ളൊരു സാമ്പത്തിക ശേഷി ഇവർക്കില്ല. ഈ അനിലിനെയൊക്കെ സംബന്ധിച്ച് അനിലൊരു ചെറിയ കട ആളുകളെയൊക്കെ സഹായത്തോടു കൂടി ആളുകളെ നിന്ന് ഹെൽപ്പ് വേണ്ട, സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ള ഒരു ധൈര്യത്തിൽ, മനോധൈര്യത്തിൽ തന്നെ പറയാം. അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. ഒരു ചെറിയ കട പെരിന്തൽമണ്ണയിലുണ്ട്, കോഴിക്കോട് റോഡിന്. നമ്മുടെ കോഴിക്കോട് ഫസ്റ്റ് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റോയിട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട ഉണ്ട്, ഒരു ജെൻസിൻ്റെ തുണിക്കട. അതിട്ടിട്ട് അതിൽ നിന്ന് കിട്ടണ ചെറിയ സാമ്പത്തിക ലാഭം കൊണ്ടാണ് ഇപ്പോൾ അവൻ കിഡ്നിക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവൻ നിലനിർത്താൻ വേണ്ടി പോരാടുന്നത്. ഇത് ഏകദേശം ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ 290ഓളം വീട്ടിൽ ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അനിലിനെ പരിചയപ്പെടുത്താം. അനിലിന് ഞാൻ ഈ വീഡിയോ അവനെയും കൂടി കൂട്ടിച്ചേർത്തിയിട്ട് ചെയ്യാണ്. ഇതിൽ സഹായം വേണ്ടത് ജനങ്ങളെ ഭാഗത്തു നിന്ന് തന്നെയാണ്. ഗവൺമെൻറ് ചെയ്യണതിനൊരു പരിധിയുണ്ട്, ജനങ്ങൾ സഹായിച്ചേ പറ്റൂ. കാരണം ജീവൻ നിലനിർത്തുക എന്നുള്ളത് മാനുഷിക ഒരു പരിഗണനയാണ്. അത് ചെയ്യേണ്ടത് നമ്മളൊക്കെ ജീവിച്ച് സുഖസുന്ദരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഇവരുടെ സ്ഥിതി അതല്ല. ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള ഒരു ഘട്ടത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സഹായിക്കേണ്ടത് നമ്മളൊരു കടമയാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ അനിൽ കൃത്യമായിട്ട് പറയും. എന്നെക്കാട്ടിലും കൂടുതൽ ഈ കാര്യത്തിൽ അറിവ് ഒരു പേഷ്യൻ്റ് എന്നുള്ള നിലയ്ക്ക് അവനാണ്. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ അവൻ പറയും. ഹായ്, ഞാൻ അനിൽ നെടുങ്ങാടി, പ്രമോദിൻ്റെ ക്ലാസ്മേറ്റാണ്. വർഷങ്ങൾക്ക് കുറേയായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് ഞാൻ കിഡ്നി പ്രോബ്ലമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ആഴ്ച 2 തവണയായിരുന്നു, ഇപ്പം 3 തവണയായി. ഇനി അത് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. ലൻസിലെ ഫ്ലൂയിഡ് അറിയുക എന്നുള്ളൊരു പ്രോബ്ലം വരുന്നുണ്ട്. അതിന് ഡെയിലി ആയിട്ട് മാറും. അങ്ങനെ പതുക്കെ ഇതായിക്കൊണ്ടിരിക്കുക. പക്ഷേ എന്നാലും മാനസികമായിട്ടുള്ളൊരു സപ്പോർട്ട് ഞാൻ ശരീരത്തിന് കൊടുത്തുകൊണ്ട് ശരീരം അത് നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. ഏറെ പ്രോബ്ലം എന്ന് വെച്ചാൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണ്. ഇന്ത്യ മാത്രമല്ല, പിന്നെ പോലെ ഈ പറഞ്ഞില്ലേ 250 പേഷ്യൻസ് ഡെയിലി പെരുന്തവണ്ണ
ടൗണിനെ ആശ്രയിച്ച് കഴിയുന്ന വൃക്കരോഗങ്ങളുണ്ട്. അവരുടെ എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെയാണ്. എത്ര പൈസക്കാരായാലും കുറേ കഴിയുമ്പോൾ ബാങ്കിലത്തെ ബാലൻസൊക്കെ പോകും. പിന്നെ ഇത് തന്നെയാണ് സ്ഥിതി. നമുക്ക് സർക്കാരിൻ്റെ ആനുകൂല്യം എന്ന് പറഞ്ഞാൽ 3 ലക്ഷം വരെ കാരുണ്യ ഇൻഷുറൻസ് കിട്ടുക. അത് കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് കൊടുക്കലാണ് സാധാരണ പതിവ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ പേ ചെയ്യാൻ തുടങ്ങി. മാസം 38,000-40,000 റുപ്യ അതിന് തന്നെ വരും. ഡയാലിസിസ് മാത്രമല്ല, അതിൻ്റെ കൂടെ മെഡിക്കൽ ചെക്കപ്പ്, പിന്നെ ബ്ലഡ് ടെസ്റ്റ്, പോയി വരാനുള്ള പൈസ, ബൈസ്റ്റാൻഡറിൽ കൊടുക്കാനുള്ള പൈസ, അങ്ങനെയുള്ള എല്ലാ ചിലവുകളും കൂടിയിട്ടാണ് ഈ പറയുന്നത്. അത് കൂട്ടി നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടായിട്ട് വരും. നമ്മൾ ഒന്നരാടം അങ്ങനെ കൊടുക്കുമ്പോൾ അറിയില്ല, പക്ഷെ മാസം കൂട്ടി നോക്കുമ്പോൾ വലിയൊരു എമൗണ്ടാണ്. ഇതിൻ്റെയൊക്കെ അവസ്ഥ എന്ന് വെച്ചാൽ, ഇന്ന് കടയിൽ നിന്ന് സെയിലായി, അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്ത് ഡയാലിസിസ് ചെയ്ത് വരുന്നു. നാളെ ഡയാലിസിസ് ഇല്ല, മറ്റന്നാൾ വീണ്ടും പോയിട്ട് കടയിലത്തെ പൈസ ചെയ്യണം. അത് ചിലപ്പോൾ കടയിൽ കിട്ടില്ല, ഒന്നും അറിയാലോ. ബിസിനസ്സൊക്കെ വളരെ മോശമാണ്. തികയാതെ വരുമ്പോൾ അടുത്തുള്ള കടയിൽ നിന്ന് മേടിക്കും, എന്നിട്ട് ചെയ്യും. പിന്നെ കടയിൽ നിന്ന് കിട്ടുമ്പോൾ അവർക്ക് കൊടുക്കും. ഇത് റോൾ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ആൾക്കാരെ സഹായം ഇല്ലാതെ ഒന്നും പറ്റില്ല. എല്ലാവരും കണ്ടറിഞ്ഞ് സഹായിക്കുകയാണെങ്കിൽ മാത്രമേ ജീവൻ നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. അപ്പോൾ സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. ഞങ്ങളെപ്പോലുള്ള വൃക്കരോഗികൾക്ക് അവസാന കാലം വരെ ഞങ്ങൾക്കൊന്നും അധികം ലൈഫില്ല. സത്യം പറഞ്ഞു, ഞാനൊക്കെ എന്തോ 5 കൊല്ലം നിന്നേ ഉള്ളൂ. ഞാനൊക്കെ മനസ്സിലാക്കിയെടുത്തോളം അധികമില്ല. അത് പറയണ്ട, മോശമാണ്, അധികമില്ല. അപ്പോൾ അവസാന കാലത്ത് ജനിച്ച അന്ന് മുതൽ ടാക്സ് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. വാങ്ങിക്കുന്ന സാധനത്തിനൊക്കെ ടാക്സ്, ജോലി ചെയ്യുമ്പോൾ സർവീസ് ടാക്സ്, കുറച്ച് പൈസ ഉണ്ടാക്കി അപ്പം ഇൻകം ടാക്സ്, അങ്ങനെ എല്ലാ ടാക്സ് കൊടുത്ത് ജീവിച്ച് വരുന്ന ആൾക്കാരാണ് ഈ ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. അപ്പോൾ അവർക്ക് അവസാനത്തെ കാലത്ത് ഒരു സഹായം എന്നുള്ള എനിക്ക് കുറച്ച് കാലത്തിനേ വേണ്ടു. അത് സർക്കാർ കണ്ടറിഞ്ഞ് കൊടുക്കുക വേണം. ബാക്കി എല്ലാവരും പൈസ ഉണ്ടല്ലോ. ഈ ഇങ്ങനെയുള്ള രോഗികളോട് കരുണ കാണിക്കുക വേണം. അതെല്ലാവരും ചാറ്റുകൾ സംഘടനകളൊക്കെ കുറേ ചെയ്യുന്നുണ്ടില്ല എന്നല്ല പറഞ്ഞു. അതിനൊക്കെ ഒരു പരിധിയുണ്ട്. സുഹൃത്തുക്കളായാലും കുടുംബക്കാരായാലും സ്വന്തം വീട്ടിൽ നിന്നായാലും സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. അപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി എല്ലാവരും ഈ വീഡിയോ ഷെയർ ചെയ്യുക. സർക്കാരിൻ്റെ ശ്രദ്ധയിൽ എത്തുന്നവരെ അതിന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും. തീർച്ചയായിട്ടും ഇതൊരു ഇതാണ് അവസാനത്തെ പിടിവള്ളി എന്നുള്ള നിലയ്ക്കാണ് ഈ സോഷ്യൽ മീഡിയനൊക്കെ ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രമോദ് നാരായണൻ്റെ ഈ ഉദ്യമം എല്ലാവരിലും എത്തിക്കുക. റീച്ച് ഉണ്ടാവുക എന്നുള്ളതല്ല, ഈ സന്ദേശം എല്ലാവരിലും എത്തിയ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നവരെ എല്ലാവരും ഷെയർ ചെയ്ത് മുന്നോട്ട് പോവുക. അവനവൻ്റെ അടുത്ത വീട്ടിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ പരമാവധി സഹായിക്കുക. തീർച്ചയായിട്ടും അതൊരു അനുഗ്രഹമായിരിക്കും, അതൊരു ഉപകാരമായിരിക്കും. ഇത്രേ പറയുള്ളൂ. അധികം പറയാൻ പറ്റില്ല, കാരണം ഇമോഷണലാവും. അതുകൊണ്ടാണ് പിടിച്ചു നിന്നിട്ട് പറയാനും നോക്കുന്നത്. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, അപ്പോൾ അനിലിൻ്റെ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അടുത്തുണ്ടായൊരു സംഭവം, നമ്മളെ ഓരോ രോഗികളുടെ ഓരോ വിഷയങ്ങളെ ഞാൻ പറയണത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, 1-2 മാസം മുമ്പ് അനിൽ വിളിച്ചു. ഏകദേശം സമയം ഒരു 6 മണി, വൈകിട്ട് 6 മണിയാണ്. ആ സമയത്ത് എന്നെ വിളിച്ചു, എടാ നീ എവിടെ ഉള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ ഞാൻ കടയിലാണ്, നിനക്കൊന്ന് വരാൻ കഴിയുമോ? അപ്പോൾ എന്തിനാണ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ടോയ്ലറ്റ് പോകണം, ടോയ്ലറ്റിൽ നിന്ന് എനിക്ക് ഇരുന്നാൽ പിന്നെ എണീക്കാൻ ഒരു പരസഹായം വേണം, ആളില്ല, എന്ത് ചെയ്യുമെന്ന് പറയൂ. എനിക്കാണെച്ചാൽ കട ആ സമയത്ത് 7 മണി വരെയാണ്. 7 മണി വരെ തുറന്നിരിക്കുന്നേ പറ്റും, റേഷൻ ഷോപ്പാണ്. അപ്പോൾ അടച്ച് പോരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായി. പിന്നെ ഇവിടുത്തെ പെരിന്തൽമണ്ണയിലത്തെ DYFIയുടെ ആളുകളെയൊക്കെ വിളിച്ച് അവർ ഏതൊരു ഓട്ടോറിക്ഷ ഡ്രൈവറെയാണ് സപ്പോർട്ടിന് കൊടുത്ത്, അങ്ങനെയാണ് അന്ന് അവൻ ടോയ്ലറ്റിൽ തന്നെ പോയത്. ഒരു മനുഷ്യന് പ്രാഥമികമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ ഈ ടോയ്ലറ്റ് പോകൽ. അതിന് പോലും പറ്റാത്ത അവസ്ഥയിലാണ് ഓരോ വൃക്കരോഗികളും കടന്നു പോകുന്നത്. ചില ആളുകളെയൊക്കെ വീട്ടിൽ ആളുകളുണ്ടാവും, എല്ലാ വീട്ടിലും ചിലപ്പോൾ ആളുകൾ ഉണ്ടായെന്ന് വരില്ല. ചില ആൾക്കാർ പിന്നെ മക്കളായാലും വൈഫാണെങ്കിലും ഒക്കെ ജോലിക്കൊക്കെ പോയിട്ട് വേണ്ടി വരും കുടുംബം പുലർത്താൻ. അങ്ങനെ എല്ലാ ആളുകളുടെ ഒരു മാനസികാവസ്ഥയാണ്. ഈ വൃക്കരോഗികൾക്കാണ്
കൂടുതൽ ഇത്തരം വിഷയങ്ങൾ വരുന്നത്. പിന്നെ ഇതിൽ വേറൊരു വിഷയം അനിൽ പറയാൻ വിട്ടുപോയതാണ്. ഈ ആളുകൾക്ക്, വൃക്ക രോഗികൾക്ക് ചില സമയത്ത് ബൈസ്റ്റാൻഡർ ഇല്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ ഇവരെ ICUവിൽ കടത്തിയിട്ടാണ് ഈ ഡയാലിസിസ് ചെയ്യണത്. ആ സമയത്ത് ഏകദേശം 5000 രൂപയോളം ഈ 4-5 മണിക്കൂറിന് ആസ്പത്രിക്കാർ ഈടാക്കുന്നുണ്ട്. പെരിന്തൽമണ്ണയിൽ ഒരു കുറേയൊക്കെ ഹോസ്പിറ്റലുകളും സഹായിക്കുന്നുണ്ട്, ചാരിറ്റി സംഘടനകൾ സഹായിക്കുന്നുണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുടെയൊക്കെ നിലനിൽപ്പ് നമ്മളെ ഓരോ സഹായം കൊണ്ടാണ്. എല്ലാവരും ഒരു ഞാൻ പറയണത് എന്ന് വെച്ചാൽ ഒരു 100 രൂപ വെച്ചിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ ഇവരുടെ എന്തായാലും ഇവർക്ക് ഇപ്പോൾ അനിലൻ്റെ പിന്നെ വാക്കുകൾ തന്നെ പറയണമെന്ന് വെച്ചാൽ, ഒരു ആളെ തൂക്കിക്കൊല്ലാൻ വഹിച്ചാൽ അതിനൊരു കാലാവധി ഉണ്ട്. അത് രാഷ്ട്രപതിക്ക് ദയാഹർജിയൊക്കെ കൊടുത്ത് വീണ്ടും നീട്ടിക്കിട്ടും. പക്ഷേ ഇത് അങ്ങനെയല്ല. നീട്ടിക്കിട്ടാത്ത ഒരു മരണമാണ് ഇവർ മുന്നിൽ കണ്ടുകൊണ്ട് നടക്കുന്നത്. അതിനെ നമ്മൾ എത്രത്തോളം നീട്ടിക്കൊണ്ടുപോകാൻ കഴിയും എന്നാണ് നമ്മൾക്കൊക്കെ ചെയ്യാൻ കഴിയും. ഞങ്ങളൊക്കെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞങ്ങളൊക്കെ സഹായിക്കാറുമുണ്ട്. പക്ഷെ സഹായിച്ച് ഞങ്ങൾക്ക് കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ ഏകദേശം പെരിന്തൽമണ്ണയിലത്തെ ഈ 290 ആളുകൾ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. 5-6 ഹോസ്പിറ്റലുകളിൽ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കേരളത്തിൽ മൊത്തം ഈ വൃക്ക രോഗികളുണ്ട്. ഇന്നിപ്പോൾ ലോക വൃക്ക ദിനം കൂടിയാണ്. അപ്പോൾ ഇത് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ എന്താ വെച്ചാൽ അനിലിൻ്റെ ഗൂഗിൾ പേ നമ്പർ ഇതിലിടാം, അവൻ്റെ അക്കൗണ്ട് നമ്പറും ഇതിലിടും. നിങ്ങൾ കഴിയുന്ന പരമാവധി സഹായിക്കണം. ഇനി അതൊന്നുമല്ല, നിങ്ങളെ കൊണ്ട് കഴിയാത്ത ആളുകൾ, അവൻ്റെ റോയിറ്റർ എന്നുള്ള തുണിക്കട ഉണ്ട്, ജെൻസിൻ്റെ തുണിക്കടയാണ്. ഷർട്ട്, പാൻറ്, മുണ്ടുകളൊക്കെ ഉള്ളതാണ്. പെരിന്തൽമണ്ണ കോഴിക്കോട് റോഡിന് തരങ്കണി ജ്വല്ലറി കഴിഞ്ഞ ഉടനെ, അതായത് ഫസ്റ്റ് പെട്രോൾ പമ്പിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ്. നിങ്ങൾ അവിടെ പോയി ഡ്രസ്സ് എടുത്താലും അവൻ അതിൻ്റെ ചെറിയൊരു കമ്മീഷനും കിട്ടിയാൽ അതും കൊണ്ടും തൽക്കാലം ജീവിച്ചു പോണത് അതുകൊണ്ടാണ്. അങ്ങനെ ഇത്തരം സഹായങ്ങൾ നിങ്ങൾ ചെയ്തു തരണം. ഇത് വെള്ളുവനാടൻ ചാനലാണ്, ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ ഇത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത്രയും പറയണത്. പ്രമോദ് പെരിന്തൽമണ്ണ.